യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് വേണ്ടി ദൈവം നീതി നടത്തിത്തരും. നമ്മളെ സംരക്ഷിക്കും, നമ്മളെ കാത്തു പരിപാലിക്കും. ഇന്ന് രാത്രി, ഇന്ന് ഈ ഒരു സായാഹ്ന സമയം നമുക്ക് ദൈവത്തിൻ്റെ ആ വലിയ കരുണയെ നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവ് നമുക്ക് നീതി നടത്തിത്തരുന്ന ദൈവമാണ്. നമ്മൾ ദൈവവചനത്തിൽ സങ്കീർത്തനം 35 നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്: കർത്താവേ, എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ, എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ. അപ്പം ആരാ നമുക്ക് വേണ്ടി പൊരുതുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി പൊരുതും. The battle belongs to Jesus. ആരാ നമുക്ക് വേണ്ടി പൊരുതുന്നേ? കർത്താവ് നമുക്ക് വേണ്ടി പൊരുതുന്നത്. ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. കർത്താവാണ് നമുക്ക് വേണ്ടി പൊരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടന്നു പോകുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ, ഈ യുദ്ധമുണ്ടല്ലോ, ജീവിതത്തിലെ യുദ്ധങ്ങൾ, അത് കർത്താവിൻ്റെയാണ്, നമ്മുടെയല്ല. നമ്മുടേതായിട്ട് നമ്മൾ ഏറ്റെടുക്കുവാണല്ലോ യുദ്ധങ്ങളെ മുഴുവനും. ഇപ്പം ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മുടെയാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഏറ്റെടുക്കുമ്പോഴാണ് അത് നമ്മുടെ യുദ്ധമാകുന്നത്. പക്ഷെ വചനം പറയുകയാണ് അത് കർത്താവിൻ്റെ യുദ്ധമാണ്. കർത്താവ് നമ്മൾക്ക് വേണ്ടി പൊരുതുന്നു. കർത്താവേ, എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ, എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ. കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ. കണ്ടോ? അപ്പം ഇവിടെ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യം, കടന്നു പോകുന്ന ജീവിതത്തിലെ ആ പ്രതിസന്ധിക്കുള്ളിലേക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്നല്ല, കർത്താവാണ് അതിനെ നേരിടുന്നത്. അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഇഷ്യൂ അത് നമ്മളല്ല നേരിടുന്നത്, അത് ദൈവമാണ് നേരിടുന്നത്. അപ്പം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാനാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കുക. എല്ലാവരും ഒന്ന് സമർപ്പിച്ചേ. യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കവചം, എൻ്റെ പരിച. അവിടുന്ന് എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിനായി നന്ദി. എക്സോഡസ് 14 പുറപ്പാട് 14 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. യു റിമൈൻ സൈലന്റ്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. നമുക്കെല്ലാവർക്കും യുദ്ധം ചെയ്യാൻ താല്പര്യം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കണം. ഞാൻ ഇന്നലെ വൈകിട്ടൊരു ശുശ്രൂഷയിലെ കർത്താവ്, ആ ശുശ്രൂഷയ്ക്കിടയിൽ ഈശോ എൻ്റെ ഉള്ളിലൊരു സന്ദേശം നൽകിയ ഒരു കാര്യം ഇതാണ്. അതായത് അമ്മ മാതാവ് ഇങ്ങനെ പറയും, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ലൂക്ക 1:37, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അപ്പം മംഗളവാർത്ത, ഒരു പ്രോഫസി അമ്മ മാതാവിനോട് കർത്താവിൻ്റെ മാലാഖ പറയുന്നതിന് അത് റിസീവ് ചെയ്തതിന് ശേഷം അമ്മയുടെ ഡിക്ലറേഷനാണ്, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പാണ്, ഹെബ്രായർ 11:1. അപ്പോൾ ആ ഒരു ഉറപ്പുള്ളിൽ കിട്ടി. പക്ഷെ ആ ഉറപ്പിൻ്റെ അടിസ്ഥാനം കാണാത്ത രാജ്യം, ദൈവരാജ്യം ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യമാണ്. അതാണ് ഹെബ്രായർ 1:2 വാക്യം. ദൃശ്യമായവ അദൃശ്യമായവയിൽ നിന്നുണ്ടായി. അപ്പം അദൃശ്യമായൊരു ലോകമുണ്ട്. നമുക്ക് ഈ ദൃശ്യമായ നമ്മുടെ ഈ കണ്ണിനകത്തൂടെ കാണുന്ന, നമ്മുടെ ഈ ലോകത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ലിമിറ്റഡ് ആണ്. ഇപ്പം സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പ്രപഞ്ചത്തിൻ്റെ പല കാര്യത്തെക്കുറിച്ചും പറയുമ്പോൾ അവർക്ക് ഡിഫൈൻ ചെയ്യുന്നതിനൊക്കെ വലിയ ലിമിറ്റേഷൻസ് ഉണ്ട്. പണ്ട് എൻ്റെ ഒരു പരിചയക്കാരനൊരു, അയാളൊരു സയൻറ്റിസ്റ്റാണ്. ആ വ്യക്തി നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഹെറോയിൻ ഡ്രഗ് അഡിക്ഷനിനകത്ത് പെട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ തകർന്ന് തരിപ്പണമായി. ഇദ്ദേഹം സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാബിനകത്ത് വരെ ഡ്രഗ്സ് ഉണ്ടാക്കി. അങ്ങനെ വലിയ ട്രബിൾ മേക്കറായിരുന്ന ആൾ. പക്ഷെ അദ്ദേഹം അവിചാരിതമായിട്ട് പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കാനിടയായി. അന്ന് അഭിഷേകത്തിൻ്റെ ശക്തി ഈ വ്യക്തിയെ തൊട്ടപ്പോൾ ആൾക്ക് ഡെലിവറൻസ് കിട്ടി. അന്ന് മുതൽ ആൾക്ക് മനസ്സിലായി, അദ്ദേഹം മനസ്സിലാക്കുന്ന ഈ സയൻസിൻ്റെ ലോകത്തിനപ്പുറമായിട്ട് ദൈവരാജ്യത്തിൻ്റെ ശക്തിയുണ്ട്. അപ്പം കാണപ്പെടാത്ത ലോകത്തെ ആൾ കണ്ടു. ഇപ്പം ദൈവത്തിൻ്റെ ശക്തിയെ അനുഭവിച്ച ഒരാത്മാവിനറിയാം ദൈവമുണ്ട്, ദൈവസാന്നിധ്യം റിയലാണ്, യേശു ഉണ്ട്. അപ്പം ഈ മനുഷ്യൻ ബ്രിസ്ബേനിൽ, ഓസ്ട്രേലിയയിൽ, ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളാണ്. ആളുടെ ജോലിയുടെ സമയം കഴിയുമ്പോൾ തെരുവിലോട്ടിറങ്ങി വലിയൊരു കുരിശ്
എടുത്ത് നെഞ്ചിലോട്ടിട്ട് ആള് വഴി നിന്ന് പ്രസംഗിക്കും, യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കും. അതിലെ പോകുന്ന കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇയാൾ ആരാന്ന് പോലും അറിയാൻ മേലാതെ ഈ മനുഷ്യനെ ചീത്ത വിളിക്കും. ഇവൻ പൊട്ടനാണ്, ഇവന് നാണയിലെ വഴി നിന്ന് യേശുവിനെ പ്രസംഗിക്കാൻ, ഇവനൊരു വിവരമില്ലാത്തവനാണ്. അദ്ദേഹം എന്നോട് പറയും, ഞാൻ പഠിപ്പിച്ചവരും അവർ ഏറ്റവും ജൂനിയേഴ്സായിട്ട് ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് ഉള്ള പിള്ളേർ, അങ്ങനെ ആൾക്കാർ ഇങ്ങനെ വഴിയൊക്കെ പോകുമ്പോൾ അവരുടെ ഏറ്റവും മെച്ചോടി ഡയറക്ടറായിട്ട് നിൽക്കുന്ന ആളെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ മനുഷ്യന്റെ സാലറി എന്ന് വെച്ചാൽ അതുപോലെ വലിയ സാലറി ലഭിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു മനുഷ്യന് കർത്താവ് മനസ്സിലാക്കി കൊടുത്തു ദൈവരാജ്യമുണ്ട്. ഞാൻ ഷെയ്നോട്, ഞാൻ ഈ വ്യക്തിയോട് ഷെയ്ൻ എന്ന പേര്, ഷെയ്നെ ഈ വഴി നിന്ന് ആൾക്കാർ ചീത്ത പറയുമ്പോൾ ഇവരോടൊന്ന് പറയാൻ മേലെ, ഞാൻ ഈ നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സയൻറ്റിസ്റ്റാണ്, എനിക്ക് ദൈവരാജ്യത്തിന് അനുഭവം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഉണ്ടെന്ന് വഴി നിന്ന് അവരോടൊന്ന് എന്നാ പറയുന്നത്, ഒന്ന് ഡിബേറ്റ് ചെയ്യാൻ മേലെ ചോദിച്ചപ്പോൾ ഷെയ്ൻ അന്ന് തന്ന മറുപടിയാണ് 2008 അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു. അനീഷ, വി ഡോണ്ട് ഹാവ് ടു ഡിഫെൻഡ് ഗോഡ്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല ലോകമെങ്ങും പോയി എന്നെ ഡിഫെൻഡ് ചെയ്യാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. അപ്പം യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുക, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുക, യേശു ക്രൂശിൽ എന്താണ് ചെയ്തു കഴിഞ്ഞു എന്നുള്ള കാര്യം പ്രസംഗിക്കുക. അപ്പോൾ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ കളിയാക്കലുകളും നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ സുവിശേഷകന്മാരുടെയും, ഷെയ്ൻ്റെയും ഇപ്പം എൻ്റെയും ഈ ലോകത്തുള്ള എല്ലാ സുവിശേഷകന്മാരുടെയും ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെ, യേശുവിൻ്റെ ആ സ്വർഗത്തിൻ്റെ ആ റലത്തെ, ആത്മാവിൻ്റെ ശക്തിയെ ഓരോ വ്യക്തിയും അനുഭവിക്കുവാനിടയായി തീരണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന, ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിൻ്റെ ആ ഒരു അനുഭവം ഉണ്ടാകണം. അന്ന് മംഗളവാർത്ത അമ്മമാതാവിന് ലഭിച്ചപ്പോൾ ആ മുറിക്കുള്ളിലേക്ക് ദൈവരാജ്യം തുറന്നു വന്നു, ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു. ആ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അമ്മ പറയുകയാണ്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. അപ്പം നാളെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഈ വെള്ളിയാഴ്ച നിങ്ങൾക്ക് പരാജയം ഉറപ്പിക്കുന്ന ചില വിഷയങ്ങളായിരിക്കും. നമ്മൾ മാനുഷികമായിട്ട് പരാജയം ഉറപ്പിക്കുന്ന വിഷയങ്ങളെ ദൈവത്തിന് വിജയമാക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന കാര്യത്തെ ദൈവത്തിന് നടത്തി തരാൻ പറ്റും. നമ്മൾ ഇനി അതിനകത്ത് ഒരു മൂവ്മെന്റും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളെ ദൈവത്തിന് അത്ഭുതകരമായിട്ട് ടേൺ അറൗണ്ട് ചെയ്യിപ്പിക്കും ദൈവം. ഇപ്പൊ ലൈഫിൽ സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളും യേശുവിൽ വിശ്വസിക്കുന്ന, ആത്മാവിന്റെ അഭിഷേകത്തിൽ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് റോമ 8:28 കാണുന്നത്. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പം സങ്കീർത്തനം 35 നമ്മൾ കേട്ടോണ്ടിരുന്നത്. കർത്താവ്, എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ, എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ, കവചവും പരിചയും ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ, എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ, ഞാനാണ് നിന്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരുളി ചെയ്യണമേ, എന്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരും ആക്കണമേ, എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ, അവരെ കർത്താവിന്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ, എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ. അനർത്ഥം നിരൂപിക്കുന്നവർ, അപ്പം ചില ആൾക്കാർ അനർത്ഥം നിരൂപിക്കുകയാണ് കർത്താവിന്റെ അഭിഷിക്തർക്കെതിരെ, കർത്താവിന്റെ മക്കൾക്കെതിരെ. അപ്പൊ ആ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ, അവർക്ക് ഭയമുണ്ടായി അവർ പിന്തിരിയുവാൻ ഇടയാകട്ടെ. അങ്ങനെ അവർ ഭയമുണ്ടായി പിന്തിരിയുവാൻ ഇടയാകണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി അവരുടെ മുൻപിൽ, നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി നിൽക്കുന്നത് അവർക്ക് താക്കീതായിട്ടത് വെളിപ്പെടും. അതായത് നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ഈ ദിവസങ്ങൾ കടന്നു പോകുന്ന കുറേ പ്രശ്നങ്ങൾ കാണും. ആ പ്രശ്നങ്ങളിൽ നിന്ന് ഈ ദൈവവചനത്തിൽ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ, ഈ ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ, ഈ അഭിഷേകം നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ അഭിഷേകത്തിന് നിങ്ങളിപ്പോൾ ഒരു റൂമിലിരുന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുന്നത്, ഈ വചനം ദൈവരാജ്യത്തിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ദൈവരാജ്യത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന അവസ്ഥകൾ, അത് എവിടെയൊക്കെയാണോ നിൽക്കുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം കടന്നുപോയി അവിടെയെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കും. ഇപ്പം നിങ്ങൾക്കൊരു ജോലി മേഖലയാകാം, ഒരു ഹോസ്പിറ്റലിലാകാം, വീട്ടിലൊരു പ്രശ്നമാകാം, അതെല്ലാം പരിഹരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് അസാധ്യമായതൊന്നുമില്ല. പത്രോസ്ലീഹ ജയിലിൽ കിടക്കുന്ന സമയത്ത്
സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ ആളെ കൊണ്ട് ജയിലിൽ കൊണ്ടേ പിടിച്ചിട്ട് അവിടെ രാത്രിയിൽ ഒരു ദൂതൻ കടന്നു വന്ന് അവിടെ ആ ജയിലിന്റെ പ്രിസൺ ഡോറുകളെല്ലാം തുറന്നു വരികയാണ്. ആ സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈശോയുടെ ശരീരമാകുന്ന സഭ, ആദിമസഭ ഒരുമിച്ചിരുന്ന് പത്രോസിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്ന സമയത്ത് ഒരു ദൂതൻ വന്ന് ആ വാതിലുകളെല്ലാം തുറന്ന് അപ്പസ്തോലനെ ആ പ്രിസന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് പത്രോസിലേക്ക് പോയിട്ട് ഈ പ്രാർത്ഥന നടക്കുന്ന അവിടെ പോയിട്ട് ഇങ്ങനെ വാതിക്ക് വന്ന് കൊട്ടിയ സമയത്ത് ഒരാൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാര് പത്രോസിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അയാൾ വന്നിട്ട് വാതിൽ തുറന്ന് നോക്കിയിട്ട് പത്രോസിലേക്ക് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു നിന്നിട്ട് പറയാ, പുറത്ത് തന്നെ പത്രോസിനെ പോലെ ഒരാൾ വന്ന് നിൽക്കുന്നത്. അതായത് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും വിശ്വാസമില്ലായിരുന്നു പത്രോസ് ജയിലിനകത്തുനിന്ന് പുറത്തു വരുമെന്ന്. പ്രാർത്ഥിക്കുക, ദൈവമേ എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ വിടുവിക്കണേ, എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണേ. പക്ഷെ അത്ഭുതം നടന്നതിനെ ഇവർക്ക് പോലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനും അപ്പുറമായ ഒരു അത്ഭുതം അവിടെ നടക്കുവാണ്. ഇതാണ് ദൈവരാജ്യത്തിന്റെ ശക്തി. ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങളെ എതിർക്കുന്നവർ, വചനത്തിൽ നമ്മൾ കാണുകയാണ്, അവർ ഭ്രമിച്ചു പോകും. ഹല്ലേലൂയ. എന്റെ ജീവൻ വേട്ടയാടുന്നവർ ലജ്ജിതരും അപമാനിതരുമാക്കണമേ. എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ. അവർ പിന്തിരിയും. നീ വചനത്തിന്റെ ശക്തിയിലൂടെ നിന്റെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന വ്യക്തികളാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, അവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ. നിന്നെ കാണുമ്പോൾ അവർ കാണുന്നത് ഈശോയെ ആകട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ഒന്ന് കൈ നെഞ്ചിലോട് വെച്ചിട്ട് പറഞ്ഞേ, എന്നെ കാണുമ്പോൾ എൻ്റെ ഈശോനെ അവർ കാണട്ടെ. എൻ്റെ ശത്രുക്കൾ എൻ്റെ ഈശോനെ കാണട്ടെ. എൻ്റെ പ്രതിസന്ധി എൻ്റെ ഈശോനെ കാണട്ടെ. നിനക്കെതിരെ ദുഷ്ടത മെനയുന്ന സാത്താന്റെ എല്ലാ ദുഷ്ട സൈന്യവും നിന്നെ കാണുമ്പോൾ ഈശോയെ ഇപ്പോൾ കാണട്ടെ. ഹല്ലേലൂയ. എഫെസോസ് ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തിന്റെ സർവ്വ ആയുധങ്ങളും ധരിക്കണം. അപ്പൊ ആ സർവ്വ ആയുധങ്ങൾ എന്തൊക്കെയാ? ഈശോയാണ്, വചനമാണ്. വചനത്തിന്റെ ശക്തി കൊണ്ട് നമ്മൾ പൊതിയപ്പെടുകയാണ്. നീതി കവചം ധരിച്ച് സമാധാനത്തിന്റെ പാദരക്ഷകൾ, അതെല്ലാം നമ്മൾ അതിലേക്ക് ഡീപ്പായിട്ട് ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി ഇതെല്ലാം ഈശോയെ കുറിച്ചാണ് പറയുന്നത്. ഈശോയാൽ നമ്മൾ പൊതിയപ്പെടുക. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ശിരോവസ്ത്രം. ആരാ നമ്മൾ രക്ഷിച്ചത്? ഈശോയാണ്. അപ്പോൾ ഈശോയാൽ പൊതിയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമുക്കെതിരെ വരുന്ന സകല പ്രതികൂലങ്ങളും ഈശോ അനുകൂലമാക്കും. ഹല്ലേലൂയ. ഇങ്ങനെ നാഥനം തുറന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്കെതിരെ ഈ ദിവസങ്ങളിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും എൻ്റെ യേശു എനിക്ക് അനുകൂലമാക്കി തീർക്കും. എൻ്റെ ജീവിതത്തിനെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും എൻ്റെ യേശു എനിക്ക് അനുകൂലമാക്കി തീർക്കും. അത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും. യേശുവേ ആരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, എൻ്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന ആഹ്വാനമുയരും. നമ്മൾ നമ്മുടെ പ്രതിസന്ധികളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവശക്തിയിൽ, പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മൾ നിറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ പ്രതിസന്ധികളെ ദൈവം എടുത്തു മാറ്റും. ഇവിടെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, എൻ്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന ആഹ്വാനമുയരും. ഇന്ന് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന ആഹ്വാനം ഉയരുന്ന ഒരു സായാഹ്നമായിട്ട് ദൈവം ഈ സായാഹ്നത്തെ മാറ്റുന്നു. ഹല്ലേലൂയ. ഈ വചനത്തെ ഏറ്റെടുത്തേ. യെശയ്യാ 57:14. പണിയുവിൻ, വഴിയൊരുക്കുവിൻ, എൻ്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന ആഹ്വാനമുയരും. ഇപ്പൊ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് മുമ്പിൽ ഒരു പ്രതിബന്ധം നിൽക്കുക, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പ്രതിബന്ധം സാമ്പത്തിക മേഖലയിൽ പ്രതിബന്ധം, ജോലി മേഖലയിൽ പ്രതിബന്ധം, എന്ത് കാര്യത്തിനും കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രതിബന്ധം. ഈ പ്രതിബന്ധങ്ങൾ കാരണം എവിടെയൊക്കെ പോയി എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രതിബന്ധങ്ങൾ മാറുമെന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. പക്ഷെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, വഴിയൊരുക്കുവിൻ, എൻ്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന ആഹ്വാനം ഉയരും. ഹല്ലേലൂയ. ഈ ആഹ്വാനം ഉയരുമ്പോൾ, അല്ലെങ്കിൽ ഈ ആഹ്വാനം ഉയരുവാനായിട്ട് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി ദൈവം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കണം. 1 പത്രോസ് 5-ാം അധ്യായം. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മൾ ചിന്തിക്കും ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണോ? അല്ലായിരിക്കും അല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ദൈവശക്തി വെളിപ്പെടുന്നതിന് നമ്മൾ തന്നെ ലിമിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് വിശ്വസിക്കുക, എൻ്റെ കാര്യത്തിൽ എൻ്റെ ഈശോ ശ്രദ്ധാലുവാണ്. എൻ്റെ പ്രതിബന്ധങ്ങൾ ഈശോയ്ക്ക് അറിയാം, എൻ്റെ പ്രതിസന്ധികൾ ഈശോയ്ക്ക് അറിയാം, എൻ്റെ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈശോയ്ക്ക് അറിയാം.
ഞാൻ ഒരു 2 മാസം മുമ്പ് കടന്നുപോയ ഒരു പ്രതിസന്ധി 2023 പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കൃപയുള്ള ഒരു കന്യാസ്ത്രീ ഒരു സിസ്റ്ററുമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് സിസ്റ്റർ എക്സാക്റ്റ് കാര്യം എന്ന് വെച്ചാൽ എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു നടന്ന സംഭവങ്ങൾ ആള് 2 വർഷം മുമ്പ് കാണുവാണ്. അപ്പം ഞാനത് കേട്ടോണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ഫ്രെയിമിൽ പോലും ഇല്ല, ഇങ്ങനെ കാര്യം നമ്മൾ അത് നമ്മുടെ മനസ്സിലില്ല. പക്ഷെ ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ എന്താണോ കണ്ടത് അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അപ്പൊ കർത്താവിന് അന്നെന്നോട് പറഞ്ഞു, കർത്താവ് അന്നേ കണ്ടതാ കേട്ടോ. നമ്മളെ കടന്നു പോകുന്ന പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളൊക്കെ കർത്താവ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും നമുക്ക് നാളെ ഫേസ് ചെയ്യാനുള്ള കാര്യം കർത്താവ് നാളെ ആയിരിക്കും കാണുന്നത്. നല്ലല്ല, കർത്താവിന് നാളെയും നാളത്തെ കഴിഞ്ഞും അടുത്ത വർഷവും 2027, 28, 30, 40 ഒക്കെ ആൾ കണ്ടിട്ടിരിക്കുക. കർത്താവ് ടൈം ലൈനിന് അപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. നമ്മളാണ് ടൈം ലൈനിന് അകത്തുള്ള ആൾ. ഈശോ ടൈം ലൈനിന് വെളിയിൽ നിന്ന് ഇതിനെല്ലാം സമയത്തിനും കാലത്തിനും അതീതനാണ്. ദൈവത്തിന് നിന്റെ 90-ാമത്തെ വയസ്സും 100-ാമത്തെ വയസ്സും 80-ാമത്തെ വയസ്സും 60-ാമത്തെ വയസ്സും 1-ാമത്തെ വയസ്സും എല്ലാം ദൈവത്തിനറിയാം. ഇതെല്ലാം കർത്താവിനറിയാം. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുകയാണ് ഏത് മനുഷ്യനാണ് അല്ലെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ആ പ്രതിസന്ധികളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും കണ്ണുകളെടുത്ത് കർത്താവിങ്കിലേക്ക് തിരിയുന്നത്. ആ തിരിയുന്ന വ്യക്തിക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ ശക്തി നമ്മുടെ മേൽ നിറയുമ്പോഴാണ് ഈ പ്രതിബന്ധങ്ങളെ ആ ശക്തിയാണ് തകർക്കുന്നത്. ആ ശക്തി വെളിപ്പെടാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ പ്രതിബന്ധങ്ങൾ അവിടെ നിൽക്കുന്നത്. ആ ശക്തി വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഈ പ്രതിബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകും. അതായത് അപ്പസ്വലന്മാരുടെ ജീവിതം എടുത്ത് നോക്കിക്കോ. അവരെ ഓരോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് ഓരോ പ്രത്യേക അഭിഷേകം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അഭിഷേകത്തിന്റെ വളർച്ച ഈ പ്രതിസന്ധികളെ മറികടക്കുന്നതിലൂടെ അവർക്ക് സംഭവിക്കുകയാണ്. അപ്പൊ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കൊരു ചോയ്സ് ദൈവം നൽകും. ഈ പ്രതിസന്ധി ഇടുന്ന മനുഷ്യരോട് നമുക്ക് വെറുപ്പുണ്ടാകാം, അവരോട് അവരെ ഫോർഗീവ് ചെയ്യാതെ അവർക്കെതിരെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അഭിഷേകം കുറയും. അവരോട് ക്ഷമിക്കുകയും ഈ പ്രതിസന്ധിക്ക് കാരണമായ വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ പ്രമോഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് തന്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന ആഹ്വാനം ഉയരുകയാണ്. നിലനിൽക്കുന്ന അനുഗ്രഹം, നിലനിൽക്കുന്ന ശ്രേയസ്, നിലനിൽക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ക്രൂശിൽ പരിഹാര ബലിയായി തീർന്ന അവസാനത്തുള്ളി രക്തം വരെ നൽകിയ ദൈവം ഇന്ന് നമുക്ക് അനുകൂലമായി നിൽക്കുകയാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു, കർത്താവേ, എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ, എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ. അപ്പം കർത്താവ് റെഡിയായിട്ട് നിൽക്കുവാണ് പൊരുതാൻ വേണ്ടി. പക്ഷെ നമ്മൾ സമർപ്പിക്കണം നമ്മുടെ യുദ്ധത്തെ കർത്താവിന്റെ കയ്യിലോട്ട്. നമ്മൾ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണോ കർത്താവ് പ്രശ്നം പരിഹരിക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? കർത്താവ് പരിഹരിക്കുന്നതല്ലേ ഏറ്റവും ബെറ്റർ. നമ്മൾ പറയുമോ എനിക്ക് ഇത്ര വയസ്സായി, എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. കർത്താവിൻ്റെ വയസ്സ് എത്രയാ? ഈ ഭൂമിയോളം പഴക്കം, ഭൂമിയേക്കാളും പഴക്കമുള്ള ദൈവം നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, 1 പത്രോസ് 5:6, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പിന്നെ തൊട്ട് താഴെ പറയുന്നൊരു വാക്യമാണ്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നോർത്ത് അവൻ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സിംഹം ഏതെങ്കിലും ഒരു ജീവിയെ വിഴുങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എങ്ങും കണ്ടിട്ടില്ല അല്ലേ? സിംഹം ഇരയെ ഭക്ഷിക്കുന്ന, കടിച്ചു കീറിയൊക്കെയാണ് ഇരയെ ഭക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ വിഴുങ്ങുന്ന കാര്യമാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താ? നമ്മൾ ഈ ഉത്കണ്ഠകൾ നമ്മളെ കൺസ്യൂം ചെയ്യുമ്പോൾ, ഓവർ തിങ്കിങ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ കാരണം കുറേ ഓവർ തിങ്കിങ് വന്നു. അപ്പം ഇങ്ങനെ ചിന്തിച്ച് കാട് കയറി ചിന്തിച്ച് പോവുകയാണ്. അപ്പം അതനുസരിച്ച് പിശാച്ച് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിക്കുന്ന പോലെ ചില കാര്യങ്ങൾ തിരിച്ചുകൊണ്ട് വരും. അപ്പം നമ്മളെ ആ ഓവർ തിങ്കിങ്ങിൽ കൺസ്യൂം ചെയ്യുക, അതാണ് സിംഹം വിഴുങ്ങുന്ന അവസ്ഥ. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ കൊടുത്തു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ പ്രശ്നത്തെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആ പ്രശ്നത്തെ പരിഹരിക്കും. പണ്ട് ഞാനൊരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഭയങ്കര ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനും ആൻസൈറ്റിയും കാരണം എല്ലാ സ്ഥലങ്ങളും ഓടി നടന്ന് പ്രാർത്ഥിക്കാൻ പോകും. പക്ഷേ ആ മനുഷ്യൻ്റെ ഈ ഭാരം കാരണം അദ്ദേഹത്തിന് ദൈവവചനമൊക്കെ കേൾക്കുമ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് പറയാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്, എടാ നീ ഭാരപ്പെടുവാണെങ്കിൽ ഇനി വല്ല ഉൽക്കയെങ്ങാനും വന്ന് ഈ ഭൂമിയെ വന്ന് തകർക്കുന്ന ഓർത്ത് നീ ഭാരപ്പെട്. കാരണം ഈ ഭൂമി നിൽക്കുന്നത് പോലും ഒന്ന് ഓർത്ത് ഒരു മിറക്കിളല്ലേ, ഒരു ചെറിയ ഉൽക്ക വന്ന് വീണാൽ മതി തീരാൻ. നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇത് ഓടുന്നത് ഒരു മിറക്കിളിനകത്താണ്. നമ്മൾ ചിന്തിക്കാറില്ല, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. ദി എൻറ്റയർ പ്ലാനറ്റ്
ഇത് നിലനിൽക്കുന്നത് ഒരു അത്ഭുതമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ ആകാശം, ഈ ഭൂമിയും ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു മിറക്കിളിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജന്മം തന്നെ ഒരു മിറക്കിളാണ്. നമ്മുടെ ഈ ഭൂമിയിൽ ഓരോ ദിവസവും പോകുന്നത് തന്നെ ഒരു മിറക്കിളാണ്. അത് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇതിനോടകം ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ധ്യാനിക്കുകയും ചെയ്താൽ നമ്മുടെ ഈ ഭാരം അപ്പം വിട്ടുപോകും. അപ്പോസ്തല പ്രവർത്തനം 16 അധ്യായത്തിൽ പൗലോസ്ലീഹായും സീലാസും കാരാഗ്രഹത്തിൽ കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ഒന്നുമില്ല അവിടെ, മൊത്തം നെഗറ്റീവാണ്. ക്രിമിനൽസ് ആണ് ചുറ്റുമുള്ളത്. ഇവരെ ഏറ്റവും വലിയ പ്രസംഗിൽ കൊണ്ടുപോയി, അവരെക്കാളും വേഴ്സ്റ്റ് ആയ സ്ഥലത്താണ് ഇവരെ കൊണ്ടുപോയി കിടത്തിയേക്കുന്നത്. ഇവർ സുവിശേഷം പ്രസംഗിച്ചു എന്നതിൻ്റെ പേരിൽ, യേശുവിനെ സാക്ഷീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഇവരവിടെ കിടന്നുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്തില്ല. അയ്യോ ഞങ്ങൾക്കിത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞില്ല. അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെ കുറ്റം പറയാൻ അനുവദിച്ചില്ല, അല്ല കുറ്റം പറഞ്ഞില്ല. അവരോട് കുറ്റം പറഞ്ഞതിന് കാരണം എന്താ? ഇവർക്ക് മനസ്സിലായി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ദൈവം ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ല. ദൈവം ഈ സാഹചര്യത്തിൽ ഉദ്ദേശിച്ച കാര്യം നടക്കണമെങ്കിൽ ഇതിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രിസണിൽ കിടന്ന് അവരുടെ ആത്മാവും അവരുടെ സ്പിരിറ്റും ദൈവരാജ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. യേശു ഇരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഷിഫ്റ്റ് ചെയ്തു. ആത്മാവിൽ അവർ കണ്ടുകൊണ്ട്, യേശുവിനെ കണ്ടുകൊണ്ട് അവിടെ കിടന്ന് അവർ ആരാധിക്കുകയാണ്, കർത്താവിനെ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. അവരവിടെ ഭൂമി കുലുക്കാൻ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല, കയ്യിൽ നിന്ന് ചങ്ങലഴിയാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷെ അവർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ ആരാധിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ പ്രസനിൽ മുഴുവൻ നിറഞ്ഞു. അവിടുത്തെ ആ കാരാഗ്രഹം കുലുങ്ങി. അങ്ങനെ നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പം എന്നാ വലിയ പ്രാർത്ഥനയായിരിക്കും, എന്തൊരു ആരാധന അവിടെ നടന്നത്. ദൈവാത്മാവിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ടു, അത്ഭുതങ്ങൾ നടന്നു. അപ്പം അത് കണ്ട് പേടിച്ച അവിടുത്തെ ആ കാരാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് വാർഡൻ ഇവരോടൊന്ന് ചോദിക്കുക, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് അപ്പോസ്തലൻ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ യേശുവിനെ വിശ്വസിക്കുമ്പോൾ നിന്നിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുന്നു. ഈ ശക്തിയുമായി നിന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ നിന്റെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകും നിന്റെ മേൽ കിടക്കുന്ന ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ. ഈ അഭിഷേകത്തിലൂടെ നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബത്തിലുള്ളവർ യേശുവിലേക്ക് വരും, നിന്റെ ഭവനം വിശുദ്ധീകരിക്കപ്പെടും, നിന്റെ പറമ്പ് വിശുദ്ധീകരിക്കപ്പെടും, നിന്റെ ദേശങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും, നിന്റെ രാജ്യം വിശുദ്ധീകരിക്കപ്പെടും. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതൊരു റിലീജിയസ് സ്റ്റേറ്റ്മെന്റിന് അപ്പുറമായിട്ട് യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷ, പാപമോചനം, പരിശുദ്ധാത്മ അഭിഷേകം, ഇതൊരു വാതിലാണ്. ആ വാതിലിനെ അപ്പോസ്തലൻ അവിടെ തുറന്നിടുകയാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ രക്ഷയാ, ഈ അഭിഷേകമാ, ഈ ദൈവരാജ്യത്തിന്റെ ശക്തിയാ, ഇതാണ് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത്. ഈ ശക്തി നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അന്ന് ആ പ്രതിസന്ധിയിൽ കടന്നുകൊണ്ട് പൗലോസ്ലീഹ യേശുവിനെ ആരാധിക്കുമ്പോൾ ഈ വചനമായിട്ടൊന്ന് ചേർത്ത് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കർത്താവ്, എന്നിൽ കുറ്റം ആരോപിക്കുന്നവൻ അങ്ങ് കുറ്റം ആരോപിക്കണമേ, എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ, കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ. ഹല്ലേലൂയ. എൻ്റെ ജീവൻ വേട്ടയാടുന്നവർ ലജ്ജിതരും അപമാനിതരുമാക്കണമേ. എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ. അവരെ കർത്താവിന്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ. യേശുവേ ആരാധന. അവർ കാറ്റിൽപ്പെട്ട പതിര് പോലെയാകട്ടെ. പഴയ നിയമത്തിൽ ഇങ്ങനെ കട്ടിയായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, കാറ്റിൽപ്പെട്ട പതിര് പോലെയാകട്ടെ. അപ്പോസ്തലന്മാർ അവിടെ കിടന്ന് കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി. അവർ മുഴുവൻ ഭ്രമിച്ചു, അവർ മുഴുവൻ ഞെട്ടിപ്പോയി. ഇതെന്തൊരു അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് രാത്രി നമ്മുടെ നടുവിലും ഇതേ ആത്മാവിന്റെ ശക്തി നിമിഷം കടന്നു വരുന്നു. കഴിഞ്ഞ മാർച്ച് മാസം, ഏപ്രിൽ മാസം, മെയ് മാസത്തിലൊക്കെ നമ്മൾ പലരും ഫേസ് ചെയ്തിട്ടുള്ള പല വിഷയങ്ങളെയും, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദുഷ്ടാരൂപിയുടെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സൈന്യത്തിൻ്റെ അവരുടെ പദ്ധതികൾ എന്താണെങ്കിലും ഈ കേട്ട വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ അവ തകർന്നടിയുന്ന ഈ നിമിഷം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. യേശയ്യാ 57:14 വചനം ഈശോ വീണ്ടും എടുത്ത് കാണിക്കുന്നു. എൻ്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിനെന്ന് ആഹ്വാനമുയരും. ഞാനിത് പറയുമ്പോൾ ഈശോ എന്നെ കാണിക്കുന്നത് ഒരു വിഷനാണ്. അതായത് ക്രൂശിൽ കർത്താവ് കിടന്നുകൊണ്ട് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് പരിശുദ്ധ കുർബാനയായി തീരുന്ന ആ മൊമെന്റ്, ആ ഒരു സമയം കർത്താവ് നമുക്ക് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, സമയത്തിനും കാലത്തിനും അപ്പുറമാണ് യേശു നിൽക്കുന്നത്. ക്രൂശിൽ കടന്ന് ഇന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കർത്താവ് കണ്ടതാണ്. ഈ ആഴ്ചകൾ നീ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവ് കണ്ടതാണ്. ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് കർത്താവ് അന്നേ ഡിക്ലറേഷൻ ഇട്ടതാണ്. എല്ലാ പ്രതിബന്ധങ്ങളും, എല്ലാ പ്രതിസന്ധികളും അനീഷന്റെ ജീവിതത്തിൽ നിന്ന്, ഇനി കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഈശോയുടെ ഓരോ മകന്റെയും മകളുടെയും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ഈ വചനം കുരിശിൽ കടന്നുകൊണ്ട് കർത്താവിന്റെ ഡിക്ലറേഷൻ അകത്ത്, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു, ടെറ്റലസ്റ്റായ് എന്ന ഡിക്ലറേഷൻ അകത്ത് ഇതും സംഭവിച്ചിട്ടുണ്ട്. കാരണം യേശുവാണ് വചനം.
വചനം മാംസമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. പ്രതിബന്ധങ്ങളെ നീക്കം ചെയ്യുന്ന വചനമാകുന്ന യേശുവാണ് കുരിശിൽ നിനക്കും എനിക്കുമായി പരിഹാര ബലിയായി തീർന്ന് ഈ പ്രതിബന്ധങ്ങളെ നീക്കം ചെയ്തിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ ഉണ്ടല്ലോ, പ്രതിസന്ധികളുടെ പിന്നിൽ പ്രവർത്തിച്ച സകലതിനെ കർത്താവ് ചുട്ടരിക്കും. ആ ശക്തികളെ കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്നു. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം അതിശക്തമായി ഈ നിമിഷം വെളിപ്പെടുന്നതിനായി നന്ദി പറയും. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ അവര് വരണ്ട ഭൂമിയിലൂടെ കർത്താവ് ചെങ്കടലിനെ പിളർത്തി, മോശ ഉപയോഗിച്ച് ആ ചെങ്കടൽ പിളർന്നു, ആ കടൽ രണ്ടായി മാറി. ആ പാർട്ടീഷന് ശേഷം വരണ്ട ഭൂമിയിലൂടെ അവർ നടന്നു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നത്. എന്നാൽ അതേപോലെ ഫറവോന്റെ സൈന്യം ശ്രമിക്കുമ്പോൾ അവർ വെള്ളത്തിൽ മുങ്ങി ചാവുകയാണ് കാണുന്നത്. വിച്ച് മീൻസ് ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു സംരക്ഷണത്തിന്റെ ഒരു പാതയുണ്ട്, ഒരു വഴിയുണ്ട്. അത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് പാത്വേ ആണ്. ആ പാത്വേക്ക് അകത്തു കൂടെ ദൈവം സൂപ്പർ നാച്ചുറൽ ആയിട്ട് നമ്മളെ വഴി നടത്തുകയാണ്. ഈ വചനമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് ഇത് ബൈബിളിന്റെ പ്രത്യേകത എന്താ? ബൈബിളിലെ ഓരോ വചനങ്ങളും സാധാരണക്കാരായ മനുഷ്യര് അസാധാരണമായ ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് അവർ എഴുതിയിരിക്കുന്നതാണ്. സാധാരണക്കാരായ മനുഷ്യര് അസാധാരണമായ ദൈവത്തെ അസാധാരണമായ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് രുചിച്ചറിഞ്ഞുകൊണ്ട് അവരെഴുതിയതാണ് വചനം, ദൈവത്തിന്റെ വചനം. പരിശുദ്ധാത്മാവ് അവരിലൂടെ എഴുതിയത്. ഇതൊരു മിത്ത് പോലെ, കഥ പോലെ എവിടെയെങ്കിലും ഇരുന്ന് എഴുതുന്നതല്ല. അവരനുഭവിക്കുകയാണ് കർത്താവിനെ, രുചിച്ചറിയുകയാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾ കണ്ടതാ, ഞങ്ങൾ കേട്ടതാ, ഞങ്ങൾ തൊട്ടതാ, ഞങ്ങൾ രുചിച്ചറിഞ്ഞതാണ് യേശുവിനെ. ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ തൊട്ടതാണ്, ഞങ്ങൾ രുചിച്ചറിഞ്ഞതാണ്. യെസ്, രുചിച്ചറിയുവാൻ കഴിയുന്ന യേശുവിന്റെ സാന്നിധ്യം. ഇന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, അങ്ങയുടെ സാന്നിധ്യം, രുചിച്ചറിയാവുന്ന അങ്ങയുടെ സാന്നിധ്യം, രുചിച്ചറിയുവാൻ കഴിയുന്ന അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ നിമിഷം നിറയപ്പെടട്ടെ, വെളിപ്പെടട്ടെ. രുചിച്ചറിയുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം, രുചിച്ചറിയുവാൻ കഴിയുന്ന ആ ടാഞ്ചബിൾ പ്രസൻസ് ഈ നിമിഷം വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. രുചിച്ചറിയുവാൻ കഴിയുന്ന ഈശോയുടെ സാന്നിധ്യം ഈ നിമിഷം നമ്മുടെ നടുവിൽ ഇതാ വ്യാപരിക്കുന്നു. തിരിച്ചറിയുവാൻ കഴിയുന്ന രീതിയിൽ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നസ്രാനാം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ദൈവമക്കളായി ഞങ്ങൾ ഒരുമിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയത്തിന്റെയും കർത്തൃത്വം ഞങ്ങൾ യേശുവിന്, ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക്, ഞങ്ങളുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദൂതൻ അതിപ്പോൾ ഏറ്റെടുക്കണമേ. എന്നീ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും കർത്താവിന്റെ ദൂതന കരങ്ങളിലേക്ക്, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഫേസ് ചെയ്യുന്ന, ലോകം പറയുന്ന തീർന്നു, ഇനി മുമ്പോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല, ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശക്തിയിലൂടെ കർത്താവിന്റെ ദൂതനെ അയച്ച് അതിനകത്ത് അത്ഭുത വഴി തുറന്നു. മാറ്റേണ്ട ചില നിയമങ്ങളാണെങ്കിൽ അത് മാറ്റി, ചില കാര്യങ്ങൾ അത്ഭുതകരമായി ദൈവമക്കളുടെ ഫേവറിനായിട്ട് ഈ ദിവസങ്ങളിൽ സ്വർഗം ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയും. ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്തതിനായി ഒന്ന് നന്ദി പറഞ്ഞ്, നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്തുമായിക്കോട്ടെ, ആ ഭാരപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് ഈശോ അത്ഭുതം ചെയ്തതിനായി നന്ദി. ഇപ്പൊ പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, ഈ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ സാധിക്കുന്ന ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൂടെ ടൈപ്പ് ചെയ്യണം, എൻ്റെ യേശുവെ, ആ പ്രാർത്ഥനാ വിഷയത്തിൽ അവിടുന്ന് പ്രവർത്തിച്ചതിനായി നന്ദി, അവിടുന്ന് ഇടപെട്ടതിനായി നന്ദി. എഫെസോസ് 5:20 എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ഞാൻ ഒരിക്കലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വിഷയം ഭയങ്കര വലുപ്പമാണ് ആ വിഷയത്തിന്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഈ വിഷയത്തിന് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പം കർത്താവിൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിലൊരു ഉത്തരം കർത്താവ് നൽകുക, വചനം വെച്ച് വെട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ വചനം വെച്ച് എങ്ങനെയാണ് വെട്ടുന്നത്? നമ്മൾ വചനം എന്നുള്ള ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വചനം വെച്ച് വെട്ടി പ്രാർത്ഥിക്കണം. അപ്പം ആ വചനം, അതായത് ഈ പ്രതിസന്ധിയെക്കാളും മുകളിൽ നിൽക്കുന്നൊരു വചനം, ആ വചനം ഉപയോഗിക്കണം. അപ്പം പെട്ടെന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലെ ഒരു വാക്യമുണ്ട്, എല്ലാ നാമത്തിലും ഉപരിയായ നാമം യേശുവെന്ന നാമമാണ്. അപ്പം ആ ഈ പ്രതിസന്ധിക്ക് ഒരു നിയമം, നിങ്ങളിന്ന് കടന്നു പോകുന്ന പ്രതിസന്ധിക്ക് ഒരു പേരുണ്ടല്ലേ, ആ പ്രതിസന്ധിയെക്കാളും വലിയ പേരേതാ? യേശുവിൻ്റെ പേരാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക.
ഹല്ലേലൂയ. എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഒരുപാട് വചനങ്ങളുണ്ട്. എഫെസോസ് 5:20, കൊളോസോസ് 3:17, ഒരുപാട് വചനങ്ങളുണ്ട്. 13, 17. ഈ വചനങ്ങളെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവിന് നന്ദി പറയുക. ഏത് വിഷയമാണോ ആ വിഷയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ അത്ഭുതം കടന്നു വരും. ഏത് വിഷയമാണോ ആ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് കർത്താവിൻ്റെ പ്രവൃത്തി ആ സമയത്ത് കടന്നു വരികയാണ്. ഇന്ന് ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിൽ അത്ഭുതം യേശുനാമത്തിന്റെ ശക്തിയിൽ നടന്നതിനായി നന്ദി. ഇപ്പം നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫേസ് ചെയ്യുന്ന വിഷയത്തിനകത്ത് കർത്താവ് ഓൾറെഡി അത്ഭുതം പ്രവർത്തിച്ചതിനായി നന്ദി. അത് നമുക്ക് അനുകൂലമാക്കി തീർത്തതിനായി നന്ദി. ഫേവർ ആക്കിയതിനായി നന്ദി. കർത്താവിൻ്റെ ദൂതൻ നമ്മളിങ്ങനെ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ പറയുന്ന നിമിഷം കർത്താവിൻ്റെ ദൂതൻ നമുക്ക് വേണ്ടി ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ അരികിലേക്കും കർത്താവിൻ്റെ അതിശക്തമായ മഹത്വം കടന്നു വന്നിട്ടുണ്ട്. 2 തിമോത്തിയോസ് 4:2 നമ്മൾ കാണുന്നുണ്ട്, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും വചനം പ്രസംഗിക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് ഏത് സാഹചര്യം വിപരീതമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും വചനത്തിന് ശക്തിക്ക് സകലതിനെ അനുകൂലമാക്കാൻ പറ്റും. അതാണ് ദൈവവചനത്തിന്റെ ശക്തി. വിപരീതമായി നിൽക്കുന്ന സാഹചര്യത്തെ ദൈവവചനം അനുകൂലമാക്കി തീർക്കും. പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തെ ദൈവവചനം അനുകൂലമാക്കി തീർക്കും. നമ്മൾ കർത്താവിന്റെ വചനത്തിൽ മുറുകെ പിടിക്കുമ്പോൾ കർത്താവിന്റെ മിനിസ്ട്രിങ് ഫോഴ്സസ് ആണ് ഏഞ്ചൽസ് അപ്പോൾ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. കർത്താവിന്റെ ദൂതന്മാരെന്ന് വെച്ചാൽ മാലാഖമാര് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുവാണ്. അവർക്ക് മനുഷ്യരോട് ഇടപെടാൻ പറ്റും, സാഹചര്യങ്ങളോട് ഇടപെടാൻ പറ്റും. അവരെ ദൈവം അയച്ച് നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ നീക്കം ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ആ വ്യക്തിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ വ്യക്തിയെ സമർപ്പിക്കുന്ന നിമിഷം മനസ്സിൽ ഓർത്താൽ മതി ആ വ്യക്തിയെ. ഇന്ന് ഇവിടെ വെളിപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തിയിൽ കർത്താവിന്റെ ദൂതൻ അവരെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കും. പിശാച് ഒരിക്കലും ഇനി ഹീലാകരുതെന്ന് പറഞ്ഞ് വെട്ടിമാറ്റിയ കുടുംബ ബന്ധങ്ങൾ, വെട്ടിമാറ്റിയ സഹോദര ബന്ധങ്ങൾ, വെട്ടിമാറ്റിയ സുഹൃത്ത് ബന്ധങ്ങൾ, ജോലി സ്ഥലത്തെ ബന്ധങ്ങൾ ഇന്ന് ഈ പ്രയറിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുത ശക്തിയിലൂടെ വലിയൊരു റിക്കൺസിലിയേഷൻ സംഭവിക്കുകയാണ്, വലിയൊരു ഹീലിംഗ് സംഭവിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തെ കുഴപ്പം കൊണ്ടായിരിക്കും അവർക്ക് മുറിവേറ്റത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തെ കുഴപ്പം കൊണ്ടായിരിക്കും. പക്ഷെ ഇന്ന് കർത്താവിന്റെ സാന്നിധ്യം, ആ സ്നേഹം നമ്മുടെ നടുവിൽ വ്യാപരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവരെ ഏറ്റെടുക്കണം. ആത്മാക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ ദൂതൻ അവരോട് ഇടപെടുന്നതിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ സാന്നിധ്യം എല്ലാ പ്രതിസന്ധികളെ നീക്കം ചെയ്ത് സ്വർഗരാജ്യത്തിന്റെ ശക്തി ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിലേക്കും അയക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ഇങ്ങനെന്ന് പറഞ്ഞ്, എൻ്റെ യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് നന്ദി പറയാം. 2 കൊരിന്ത്യർ 5:20 നമ്മൾ ഇപ്രകാരം കാണുന്നു, നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. നമ്മളെല്ലാവരും ദൈവത്തിന്റെ നീതിയായി തീരുന്നതിന് വേണ്ടിയാണ് പാപമറിയാത്ത യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നത്. ആ പാപം ഏറ്റെടുത്തത്, നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നത്. ആ കർത്താവിൻ്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും സ്വസ്ഥതയും അനുഗ്രഹങ്ങളും എല്ലാം നിറവുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമ്മുടെ രക്ഷകനും ദൈവവുമായവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ആറ്റരികത്തെ നട്ട വൃക്ഷമാക്കി കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നമ്മളെ പ്ലേസ് ചെയ്തു. ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ പരിപോഷിപ്പിക്കുകയാണ്, വളർത്തുകയാണ്, അനുഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അനുഗ്രഹങ്ങൾ നൽകി, സമൃദ്ധി നൽകി നമ്മൾ അനുഗ്രഹിക്കുന്ന നന്മരൂപിയാകുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹ ചുംബനം നമുക്ക് ഏറ്റുവാങ്ങാം. ആ ഒരു ഹഗ്, ആ ആശ്ലേഷം നമുക്ക് ഏറ്റുവാങ്ങാം. ഇന്ന് കർത്താവിന് നമ്മളോട് നൽകാനുള്ള ഏറ്റവും വലിയ മെസ്സേജ്, ഹി ലവ്സ് യു. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. അവസാന തുള്ളി രക്തം വരെ നൽകി നമുക്ക് വേണ്ടി തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഇന്നും താൻ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി അവിടുന്ന് ദിവ്യകാരുണ്യത്തിലൂടെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഹോളി കമ്മ്യൂണിയനിലൂടെ ആ സ്നേഹം നമ്മളിലേക്ക് പെയ്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് കരം നീട്ടിക്കേ, നമുക്ക് പരസ്പരം ഒന്ന് അനുഗ്രഹിക്കുക. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ സഹോദരനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ സഹോദരനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ദൈവ നിയോഗപ്രകാരം അറ്റൻഡ് ചെയ്യുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ ദൂതൻ, കർത്താവിൻ്റെ ആ മിനിസ്ട്രിങ് ഏഞ്ചൽ, ഇന്ന് ഈ കൂട്ടായ്മയിൽ ഞങ്ങളെല്ലാം ചേർത്ത് നിർത്തിയ കർത്താവിൻ്റെ ആ ഏഞ്ചലിൻ്റെ പ്രസൻസ്
കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, അമ്മമാതാവിൻ്റെ സാന്നിധ്യം ഓരോ മക്കളെയും സ്പർശിക്കണമേ, തൊടണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദ ലൈവ്. പ്രയർ റിക്വസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്തു കേട്ടോ. ഞാൻ ദിവികാരുണ്യ സന്നിധിയിൽ എല്ലാ പ്രയർ റിക്വസ്റ്റുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നത്തെ ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.